നമസ്കാരം. റേഷൻ സാധനങ്ങളുടെ വിതരണം നടത്തുന്ന കരാറുകാർ സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ മേഖല സ്തംഭനാവസ്ഥയിലേക്ക്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങൾ കുറവാണ്. അതിനു പുറമെ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്താത്തതുമായ അവസ്ഥ വന്നാൽ സാധാരണക്കാർക്ക് അത് വൻ തിരിച്ചടിയാവും. നീല കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ച 4 കിലോ സ്പെഷ്യൽ അരി റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. സപ്ലൈകോയിലൂടെ നൽകുന്ന 13 സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാരയും 3 ഇനം അരിയും ഉൾപ്പെടെ മിക്ക സാധനങ്ങളും സ്റ്റോക്കില്ല. മാവേലി സ്റ്റോറുകളിലും പല ഉൽപ്പന്നങ്ങളും ഇല്ല. ഇതിനിടയിലാണ് കരാറുകാരുടെ സമരം. മാർച്ച് 1 മുതൽ 3 മാസത്തെ ബിൽ തുക കുടിശ്ശികയായതോടെയാണ് സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരത്തിന് നോട്ടീസ് നൽകിയത്. കുടിശ്ശിക തീർത്തതുകൊണ്ട് മാത്രം സമരം തീരില്ലെന്നും തുക കൃത്യമായി നൽകാൻ സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരം നീണ്ടാൽ ഈ മാസം പകുതിയോടെ റേഷൻ വിതരണത്തെ ബാധിക്കും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയെ വെല്ലാൻ ഇറക്കിയ കെ-റൈസ് വോട്ടെടുപ്പിന് മുൻപേ സ്റ്റോക്ക് തീർന്നു. ഭാരത് അരി വിതരണവും ചില മേഖലകളിൽ മാത്രമായി ഒതുങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ ഇക്കഴിഞ്ഞ മെയ്യിലാണ് സപ്ലൈകോയ്ക്ക് 50 വയസ്സ് പൂർത്തിയായത്. കേരളത്തിന്റെ ഭക്ഷ്യഭദ്രതയിൽ നിർണായക പങ്കുവഹിച്ച സപ്ലൈകോ 1974 രൂപവൽക്കരിച്ചത്. കീശയ്ക്ക് കനം കുറവെങ്കിലും മാവേലി സ്റ്റോർ ഉണ്ടല്ലോ എന്ന് മലയാളിയെ ആശ്വസിപ്പിച്ച സ്ഥാപനത്തെ കേരളത്തിന്റെ അഭിമാനമായാണ് അടയാളപ്പെടുത്തിയിരുന്നത്. കേന്ദ്രത്തിന്റെ ചരടുകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ സ്വന്തം ന്യായവില കടകളുമായി വളർന്ന സപ്ലൈകോയുടെ സുവർണ ജൂബിലി സർക്കാർ അറിഞ്ഞ മട്ടുപോലും ഇല്ലായിരുന്നു. സ്ഥാപനത്തിന് പ്രഖ്യാപിത വിഹിതം പോലും നൽകാൻ കഴിയാത്ത നിലയിലാണ് സർക്കാർ. ഭക്ഷ്യവസ്തുക്കൾ നൽകിയ ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും കുടിശ്ശിക 850 കോടിയാണ്. മാർച്ചിൽ 200 കോടി രൂപ അനുവദിച്ചിരുന്നു. കിട്ടിയ തുക വീതം വെച്ച് ചില ഏജൻസികൾക്ക് നൽകിയതിനാൽ ഏപ്രിലിൽ ടെൻഡർ പുനരാരംഭിച്ചു. എന്നിട്ടും തുവരയും പഞ്ചസാരയും ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല. 1250 കോടി രൂപയാണ് സംസ്ഥാനം നൽകാനുള്ളത്. ഭക്ഷ്യസുരക്ഷാ ഇനത്തിൽ 792.2 കോടി കേന്ദ്ര സർക്കാരും നൽകാനുണ്ട്. ഓരോ വർഷവും വിപണി ഇടപെടലിന് വേണ്ടത് 350 കോടിയാണ്. പക്ഷേ കുറെ വർഷമായി നീക്കിവെക്കുന്നത് 35.40 കോടി മാത്രം. 12 കോടി വരെ ദിനവരുമാനം കിട്ടിയിരുന്നത് 4 കോടി വരെയായാണ് ഇടിഞ്ഞത്. 13 സബ്സിഡി ഇനങ്ങൾക്ക് ഈ വർഷം വില കൂട്ടി. 10 ഇനം വരെ തുടർച്ചയായി മുടക്കമില്ലാതെ വിൽക്കാനായാൽ പിടിച്ചു നിൽക്കാം എന്നായിരുന്നു പ്രതീക്ഷ. 1630 വിൽപ്പന കേന്ദ്രങ്ങൾ ഉള്ളതിൽ 922 എണ്ണം മാവേലി സ്റ്റോറാണ്. താഴെത്തട്ടിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്ന കടകളാണിവ. പക്ഷേ വിപണി പഠിക്കാതെ മാവേലി സ്റ്റോറുകൾ അനുവദിച്ചത് നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2018 മുതലുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. ഇത് ചെയ്താൽ കേന്ദ്രവിഹിതം ലഭിക്കും.